എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ആ നിഞ്ചയായിട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. നിഞ്ചയാണെങ്കിൽ ഗോക്കുവിനെ വെറും ചെറിയൊരു പയ്യനായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ അവനുമായിട്ട് ഓരോ നിമിഷം ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഗോക്കുവിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി അവൻ കൂടുതൽ പേടിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ നിഞ്ചയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ ജീവനും കൊണ്ട് ഓടി അടുത്ത ഫ്ലോറിലേക്ക് വരും. അവിടെ ഒരുപാട് കാലമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു മോൺസ്റ്റർ ഉണ്ട്. ഇത് റോബോട്ട് മോൺസ്റ്റർ ആണ്. അവൻ ഓടി വന്ന് ആ സെല്ല് തുറക്കും. അതിനുശേഷം ആ മോൺസ്റ്ററിനോട് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. ഗോക്കു ആണെങ്കിൽ അതിനെ ഒന്ന് നോക്കും. വളരെ വലുതാണ്, ജയന്റ് ആണ്. അവൻ അല്പം ഒന്ന് ടെൻഷനായി അതിനെ തന്നെ നോക്കും. ഓ നോ, ഇത് വളരെ വലുതാണ്, എന്നെ കൊണ്ട് ഇതിനെ തോൽപ്പിക്കാൻ പറ്റുമോ? നിഞ്ചയാണെങ്കിൽ സെല്ലിന്റെ അകത്തേക്ക് കയറി ആ ഒരു ചെയിൻ പിടിച്ച് വലിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. നീ ഒരുപാട് കാലമായി പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നില്ലേ? നിനക്കുള്ള ഗിഫ്റ്റാണിത്, ഇവനെ കൊന്നു തള്ളു. അതിന് ആ റോബോട്ട് ആണെങ്കിൽ ഗോക്കുവെ തന്നെ നോക്കും. അതിനുശേഷം നിഞ്ചയെ നോക്കി അവന്റെ കയ്യിലെ വിലങ്ങുകൾ അത് അഴിക്കാനായിട്ട് പറയും. നിഞ്ചയാണെങ്കിൽ ഞാനത് ഇപ്പൊ അഴിക്കാന്ന് പറഞ്ഞ് അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കീ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അത് കണ്ടു കിട്ടില്ല. അടുത്ത നിമിഷം ആ ഒരു റോബോട്ട് അതാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ ചെങ്ങല അതങ്ങനെ പൊട്ടിച്ചെറിയും. അതിനുശേഷം കാലിലെ, പിന്നീട് കഴുത്തിലേത്. ഹാവ്, ഇപ്പൊ എനിക്ക് എല്ലാ ആശ്വാസമുണ്ട്, ഫൈറ്റിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അതങ്ങനെ ഗോക്കുവിനെ തന്നെ നോക്കും. ഇവിടെ നിഞ്ചയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. വലിയ എന്തോ റോക്കറ്റുമായിട്ട് സന്തോഷത്തില് ഇപ്പൊ ഗോക്കുവിനോട് പറയും, ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഭയങ്കര പവർഫുൾ ആണെന്ന്, ഇവന്റെ പവർ എന്താണെന്ന് നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ നിഞ്ചയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പൊ ആ റോബോട്ടിനോട് ഗോക്കുവെ നശിപ്പിക്കാനായിട്ട് പറയും. അതിന് ആ റോബോട്ടാണെങ്കിൽ തല താഴ്ത്തി എന്നെ കൊണ്ട് പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്ന് തീർത്തു പറയും. നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം കുട്ടിയെ എന്നെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും നിങ്ങൾ മിസ്യൂസ് ചെയ്യാണ്, അവരെ വെറുതെ വിട്ടേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിഞ്ചയ്ക്കാണെങ്കിൽ അത് കേട്ട് അവന്റെ ദേഷ്യം 10 മടങ്ങാവും. ഓ നോ, നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ എന്നോട് സംസാരിക്കും? എന്നെ ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾ നേവി സോൾജേഴ്സ് ആണ്. സോ ഞങ്ങൾ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് അവനെ തകർക്ക്. അതല്ല എങ്കിൽ നീ ഈ റിമോട്ട് കണ്ടോ, ഇതുപയോഗിച്ച് നിന്നെ ഞാൻ തകർക്കും. ആ റോബോട്ട് ആണെങ്കിൽ അല്പനേരം കാര്യമായിട്ട് ചിന്തിക്കും. അതിനുശേഷം വീണ്ടും അവൻ തീർത്തു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇത് ഞാൻ ചെയ്യില്ല, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിഞ്ചയ്ക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടി വരും. അത് കണ്ട ആ സീനിയർ ഓഫീസർ ആള് നിഞ്ചയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അവൻ വെറും യൂസ്ലെസ് ആണ്, നമുക്ക് വേണ്ടി ഒരു കാര്യം പോലും അവൻ ചെയ്യുന്നില്ല. സോ ഇപ്പൊ തന്നെ അവനെ നശിപ്പിച്ചു കളാം. അത് കേട്ട് നിഞ്ചയാണെങ്കിൽ അവനെ നശിപ്പിക്കാനായിട്ട് ഇപ്പൊ മെയിൻ ബാറിന്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് ഗോക്കു വിളിച്ചു പറയും, ദയവ് ചെയ്ത് അവനെ നശിപ്പിക്കരുത്, അത് നല്ലൊരു റോബോട്ടാണ്, നശിപ്പിച്ചു കളയാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യൂ, വെറുതെ അതിനെ ഇല്ലാതാക്കരുത്. ആ സീനിയർ ഓഫീസർ ആണെങ്കിൽ ഇപ്പോ നിഞ്ചയോട് ആ റിമോട്ട് അമർത്താനായിട്ട് പറയും. അവനാണെങ്കിൽ അത് കേട്ട് ആ റിമോട്ടിൽ പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കണ്ട ഗോക്കു അവൻ ചാടി വന്ന് ആ നിഞ്ചയുടെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് ആ തട്ടി താഴെയിടും. അതിനുശേഷം അത് ചവിട്ടി പൊട്ടിക്കുകയാണ്. നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ, നിനക്ക് പണിഷ്മെന്റ് ആവശ്യമാണെന്ന് പറഞ്ഞ് ആ നിഞ്ചയെ ആഞ്ഞ് ചവിട്ടും. ചവിട്ട് കിട്ടിയ നിഞ്ചയാണെങ്കിൽ തെറിച്ചുപോയി ചുമരിലിടിച്ച് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. പിന്നെ അവന് അനക്കമില്ല. ഗോക്കു ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് തിരികെ നടന്നു വരും. അതിനുശേഷം ആ ഒരു ആൻഡ്രോയിഡ് റോബോട്ടിനോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ ചോദിക്കും. റോബോട്ട് പറയും, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഓക്കെയാണ്, എന്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി. അതിന് ഗോക്കു ആണെങ്കിൽ അതിനോട് ചോദിക്കും, നീ ഭയങ്കര പവർഫുൾ അല്ലേ, നിനക്ക് ഈസി ആയിട്ട് അവരെ തല്ലിക്കൊല്ലാമല്ലോ. ഞാൻ റോബോട്ട് പറയും, അവര് ഭയങ്കര പവർഫുൾ ആണ്, എനിക്ക് അവർക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരാണ് എന്നെ ക്രിയേറ്റ് ചെയ്തത്, എനിക്ക് അവരെ ഭയമാണെന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവന്റെ പേര് ചോദിക്കും. ആൻഡ്രോയിഡ് 8 എന്നവൻ മറുപടി പറയും. നിന്റെ ലക്ഷ്യം ആ ഗ്രാമമുഖ്യനല്ലേ, അദ്ദേഹത്തിനെ രക്ഷിക്കാനല്ലേ നീ ഇവിടേക്ക് വന്നേ? അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഒരു സെക്കൻഡ് അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കും. അതെ, നീ പറഞ്ഞത് ശരിയാണ്, എത്രയും വേഗം അദ്ദേഹത്തെ കണ്ടെത്തണം, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അടുത്ത ഫ്ലോറിലേക്ക് ഓടിപ്പോവും. സീനിയർ ഓഫീസർ ആണെങ്കിൽ ആ കാഴ്ചകളെല്ലാം കണ്ട് ഞെട്ടും. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള സോൾജേഴ്സിനെ എല്ലാവരെയും അദ്ദേഹം അലേർട്ട് ചെയ്യും. സോൾജേഴ്സ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ നാനാ ഭാഗത്തേക്ക് വ്യാപിക്കും. അതേസമയം ഗോക്കു ആണെങ്കിൽ അടുത്ത ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. അവന് ചുറ്റും ആ റൂമിൽ ഒരുപാട് ചുമരുകൾ അവന് കാണാനായിട്ട് കഴിയും. ഓ നോ, ഈ റൂമിൽ എന്തിനാ ഇത്രമാത്രം ചുമരുന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് നടക്കും. അവൻ എവിടേക്കൊക്കെ നടക്കുന്നോ അവിടെയെല്ലാം ഓരോ എൻഡുകൾ അവൻ കാണാണ്. ഓ നോ, ഇതിന്റെ എക്സിറ്റ് അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും ചിന്തിച്ച് അവൻ അല്പസമയം കൂടെ നടക്കും. അതിനുശേഷം ടെൻഷനായി ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ ഉഷാറായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടും. അവൻ ഒരുപാട് സമയം ഓടി തളർന്നൊരു ഭാഗത്തേക്ക് തെറിച്ച് വീഴുകയാണ്. എന്നെ കൊണ്ട് ഇതിന്റെ എൻഡ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത് കണ്ടുപിടിക്കാതെ അടുത്ത ഫ്ലോറിലേക്ക് പോകാനോ ആ സീനിയറിനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനോ എനിക്ക് സാധിക്കില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും, ആരെന്നെ സഹായിക്കും ചിന്തിച്ച് അവൻ വല്ലാതെ വിഷമിക്കും. അതേസമയം ആ സീനിയർ ഓഫീസർ ആളാണെങ്കിൽ ഹായ് ആയിട്ട് അവന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാണ്. ഇതെന്റെ പസിലാണ്, ഇതൊരിക്കലും അവനെ കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് കഴിയില്ല, അവന് വെറും പവർ മാത്രമാണ് ഉള്ളത്, ബുദ്ധി അതെന്റെ അടുത്താണ് ഉള്ളതെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ഇവിടെ പാവം ഗോക്കു ആണെങ്കിൽ അതിലൂടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ എക്സിറ്റിന്റെ അവിടേക്ക് പതിയെ നടന്നെത്തും. അത് കണ്ട
സീനിയർ ഓഫീസർ ആണെങ്കിൽ അവിടെയും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗോകുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അവൻ അല്പം കൂടെ മുൻപോട്ടേക്ക് നടക്കും. അവിടെയും സീനിയർ ഓഫീസർ ആണെങ്കിൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യും. മൊത്തത്തിൽ തടർന്ന് ഇപ്പൊ ഗോകു അവൻ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ സീനിയർ ഓഫീസറിനാണെങ്കിൽ വലിയ എന്തോ നേടിയെടുത്ത പോലുള്ള സന്തോഷം. ഗോകുവിനാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴായിരിക്കും വലിയൊരു ശബ്ദം അവൻ കേൾക്കുക. ആരോ അവിടേക്ക് നടന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആണെങ്കിൽ കൈയൊക്കെ ചുരുട്ടി അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അടുത്ത നിമിഷം അവിടേക്ക് കടന്നു വരുന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ആ റോബോട്ട്. ഗോകുവിനാണെങ്കിൽ അവനെ കണ്ട് ഭയങ്കര സന്തോഷം. ഹാവു, നീയായിരുന്നോ? ഞാൻ പേടിച്ചുപോയി. അതിന് ആ റോബോട്ട് പറയും, സഹായിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിനക്ക് എക്സിറ്റ് അത് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി നീ എന്നെ സഹായിച്ചതല്ലേ. ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ മാപ്പ് അത് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. സോ എന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കാനാവുന്നതാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടക്കും. ഗോകു ആണെങ്കിൽ താങ്ക്സ് പറഞ്ഞ് അവന്റെ പിന്നാലെ പോവും. കട്ട് ചെയ്താ ഇവിടെ ആ സ്നോപ്പണിന്റെ വീട് കാണിക്കും. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവളുടെ മനസ്സ് മുഴുവൻ ഗോകുവാണ്. മറ്റൊരു ഭാഗത്ത് അമ്മയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിന്റെ കാലിൽ പരുക്ക് പറ്റിയ ഭാഗങ്ങളിൽ മരുന്നൊക്കെ ഇട്ട് കൊടുക്കും. ആ ഹസ്ബൻഡ് ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ആ ഡ്രാഗൺ ബോൾ കിട്ടുന്നത് വരെ മാത്രമേ നമുക്ക് ഈ കഷ്ടപ്പാടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാൻ കഴിയും. എത്രയും വേഗം അത് കിട്ടണമെന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് എത്രയും വേഗം കണ്ടെത്താനാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയും. ഇവിടെ സ്നോ പെണ്ണ് അവളാണെങ്കിൽ ഗോകുവിനെ കുറിച്ച് തന്നെ ആലോചിക്കും. അവൻ അവസാനമായി അവളോട് യാത്ര പറഞ്ഞു പോയ രംഗം അത് വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് വരികയാണ്. അതേസമയം ഇവിടെ ഗോകുവും ആ റോബോട്ടും അവരല്പസമയം മുൻപോട്ടേക്ക് നടക്കും. ഉടനെ ആ റോബോട്ട് അത് നിലത്തങ്ങനെ കിടന്ന് ചെവി ഓർക്കുകയാണ്. അത് ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇവിടേക്ക് ഒരുപാട് സോൾജേഴ്സ് വരികയാണ്. അതെ, ഒരുപാട് സോൾജേഴ്സ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ അപകടമാണ്. തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം നിന്നെ ഇല്ലാതാക്കുക എന്നതാണ്. സോ നമ്മൾ എത്രയും വേഗം അവരെ തകർക്കണമെന്ന് പറഞ്ഞ് ാണെങ്കിൽ ഗോകുവായി ഒരു സ്ഥലത്തേക്ക് പോകും. അടുത്ത നിമിഷം അവിടേക്ക് സോൾജിയേഴ്സ് അവർ പാഞ്ഞു വരികയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ റൂമിലേക്ക് സ്പ്രെഡ് ആവും. ആദ്യം വന്ന സോൾജിയറിനെ തന്നെ റോബോട്ട് തട്ടി താഴെയിടുകയാണ്. ഐ എം സോറി, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് റോബോട്ട് അവനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം റോബോട്ട് ആണെങ്കിൽ പിന്നാലെ വന്ന സോൾജിയേഴ്സിനെ എല്ലാം അടിച്ചിടും. ഗോകു അവനെ കൊണ്ട് പറ്റും പോലെ സോൾജിയേഴ്സിനെ ചവിട്ടിയിട്ട് റോബോട്ടിന്റെ അടുത്തേക്ക് വരും. റോബോട്ട് ആണെങ്കിൽ ഗോകു നീ ഓക്കെ അല്ലേന്ന് ചോദിക്കും. അതിനവൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവർ എക്സിറ്റ് ലക്ഷ്യമൊക്കെ ഓടുകയാണ്. അവർ ഓടി എക്സിറ്റിന്റെ തൊട്ടടുത്തെത്തും. അവിടെ ഒരു ഡെഡ് എൻഡ് കാണും. ഗോകു പറയും, ഇത് ഡെഡ് എൻഡ് ആണ്, നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പക്ഷെ റോബോട്ട് ആണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്, ഓ നോ, ഇങ്ങനെ വരാൻ യാതൊരു സാധ്യതയുമില്ല. ഞാൻ അല്പം മുൻപ് ഇവിടെ ഇങ്ങനെ ഒരു ഡെഡ് എൻഡ് അത് കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഗോകുവായിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകും. ഉടനെ ആ സീനിയർ ഓഫീസർ അവൻ ആ വാളാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. അടുത്ത നിമിഷം നമ്മുടെ റോബോട്ട് അവൻ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ശ്രദ്ധിക്കും. ഈ സംഗതി പിടികിട്ടി നമ്മൾ മുൻപ് നിന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഓടും. ഗോകു ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി ആ ഭാഗത്തേക്ക് വരും. സീനിയർ ഓഫീസർ ആണെങ്കിൽ ആ ഭാഗം ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം ഇവിടെ ആ റോബോട്ട് അവൻ തിരിഞ്ഞു പോയി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണ്. സോ ഏത് സൈഡ് ലോക്ക് ചെയ്യണമെന്ന് അറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആവും. ആ സമയത്ത് ഗോകുവിന്റെ മുൻപിലുള്ള ബാരിയർ അത് ഓപ്പൺ ആവുകയാണ്. ഗോകു അതിലൂടെ പുറത്തേക്ക് വരും. ഇവിടെ ആ റോബോട്ട് അവൻ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കേണ്ട താമസം അവനത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൻ ജസ്റ്റ് മിസ്സിന് പുറത്തേക്ക് എടുത്തു ചാടും. അങ്ങനെ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും പുറത്തെത്തി. ഗോകു റോബോട്ടും ആണെങ്കിൽ ഇപ്പൊ ആ സ്റ്റെയറിലൂടെ മുകളിലേക്ക് കയറി വരും. അതിനുശേഷം ആ റോബോട്ട് ഒരു ചുമര് കാണിച്ചു കൊടുക്കും. ഇവിടെയാണ് ആ 5th ഫ്ലോർ ഉള്ളത്. പിന്നെ ഡോർ എവിടെയാണെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് ആ 6th ഫ്ലോറിലുണ്ട്. അതാണ് സീനിയർ ഓഫീസർ എന്ന് പറഞ്ഞ് അവൻ ഗോകുവായി അവിടേക്ക് വരും. അവരെ കാണേണ്ട താമസം സീനിയർ ഓഫീസർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഈ ഒരു ആർമിയിലേക്ക് ചേരാനായിട്ട് നിന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. എന്നെ കൊണ്ട് പറ്റില്ല ഇത്രയും വൃത്തികെട്ട ഒരു ആർമിയിൽ പങ്കുചേരാനായിട്ട്. മര്യാദയ്ക്ക് 5th ഫ്ലോർ അത് ഓപ്പൺ ചെയ്യും. നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രാമമുഖ്യനെ അദ്ദേഹത്തെ പുറത്തേക്ക് വിട്. അത് കേട്ട് ടെൻസ്ഡായ ആ ഒരു സീനിയർ ഓഫീസർ ആ റോബോട്ടിനോട് പറയും, ഞാനും ഇവിടുത്തെ സോൾജിയേഴ്സ് എല്ലാവരും ചേർന്നാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത്. സോ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഇവിടെ വെച്ച് ഇവനെ കൊല്ലണം. പക്ഷെ റോബോട്ട് ആണെങ്കിൽ അത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. റോബോട്ട് ഇപ്പൊ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യും. ഗോകു ആണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. നീ ഇവന്റെ മുൻപിൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറയും. ആ ഗ്യാപ്പിൽ സീനിയർ ഓഫീസർ അവന്റെ കൈയാണെങ്കിൽ അടുത്തുള്ള ഒരു റെഡ് ബട്ടണിലേക്ക് പതിയെ നീക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ആ റെഡ് ബട്ടൺ അത് അമർത്തും. ഉടനെ ഡോർ അങ്ങനെ ഓപ്പണായി നമ്മുടെ ആൾക്കാർ രണ്ടുപേരും താഴേക്ക് പതിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.